നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷൗക്കത്ത് അലിയെ തലവനാക്കി SIT സംഘത്തെ രൂപീകരിച്ചത് വെറുതെയാണെന്ന് കരുതിയോ? CPMകാരുടെ നെഞ്ചത്ത് കയറിയാണ് ഇപ്പോൾ ഷൗക്കത്ത് അലി താണ്ഡവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ ആ രക്ഷാപ്രവർത്തനമുണ്ടല്ലോ, അതിൽ പങ്കെടുത്ത ഏമാന്മാർക്കുള്ള ഗപ്പ് ഷൗക്കത്ത് അലി നേരിട്ട് കൊടുക്കും. ഷൗക്കത്ത് അലി കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഒരു ലാഗുമില്ലാതെ, അതായത് അന്വേഷണത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാതെ, ഒരുത്തനെയും ഭയക്കാതെ ആ അന്വേഷണം കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോയി അധികം വലിച്ചു നീട്ടാതെ ദേ ഇപ്പോൾ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഇതിൽ പങ്കെടുത്ത ആ രക്ഷാപ്രവർത്തനത്തിന് മുന്നിലുണ്ടായിരുന്ന പോലീസ് ഏമാന്മാരുണ്ടല്ലോ, അങ്ങനെ പറയാൻ പാടില്ല, ആ ക്രിമിനലുകൾ, അവർക്കെതിരെ നല്ല ഒന്നാം തരം റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആയുസുള്ള കാലത്ത് ഇനി സർവീസിൽ ഇരിക്കാമെന്ന് ഒരുത്തനും കരുതണ്ട, അമ്മാതിരി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ചാകട നീയൊക്കെ, കരിങ്കൊടി കാണിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ 5 ഏമാന്മാർ 2 പേരെ വളഞ്ഞിട്ട് തല്ലിയത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ ആരുടെയും ചങ്ക് പൊട്ടിപ്പോകും. കാരണം അടിക്കൊരു മയവും ഉണ്ടായിരുന്നില്ല. ഇല്ല, കൊല്ലാൻ പാഞ്ഞെടുക്കുന്ന വെറി പിടിച്ച മൃഗങ്ങളെ പോലെ ആയിരുന്നു ആ പോലീസുകാർ ആ സമയത്ത് അവിടെ പ്രതികരിച്ചത്. പിടിച്ചു മാറ്റാൻ മറ്റു പോലീസുകാർ ശ്രമിക്കുമ്പോഴും വീണ്ടും വന്ന് അവരെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. എല്ലാ കാലത്തും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കില്ല എന്ന് മറ്റു ചില സമരക്കാർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നതിലും കലി പൂണ്ട് ഈ 2 പേരെയാണ് പോലീസുകാർ തല്ലിച്ചതച്ചത്. അന്നേ ഓങ്ങി വെച്ചതാണ് പണി കിട്ടുമെന്ന്. ധാർഷ്ട്യമായിരുന്നു ഈ പോലീസുകാർക്ക്, കാരണം എല്ലാ കാലത്തും പിണറായി തന്നെ അങ്ങ് ഭരിക്കുമെന്ന്. പക്ഷേ അടപടലമാണ് പണി കിട്ടി താഴേക്ക് വീണത്. ഷൗക്കത്ത് അലി അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ജോലി കൃത്യമായി നിർവഹിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ഇത്ര വേഗത്തിൽ ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊണ്ട് സമർപ്പിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഷൗക്കത്ത് അലി തനിക്ക് കൊടുക്കാനുള്ള ചില മറുപടികൾ, പിണറായിക്ക് കൊടുക്കാനുള്ള ചില മറുപടികൾ ഉണ്ട്. കാരണം ചില്ലറയല്ലല്ലോ ആ മനുഷ്യനെ വേട്ടയാടിയത്. സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വേട്ടയാടിയതിന് കയ്യും കണക്കുമില്ല. അതേ ഷൗക്കത്ത് അലി തന്നെയാണ് ഇപ്പോൾ പിണറായിയുടെ പ്രിയപ്പെട്ട 2 ഗൺമാന്മാർക്കെതിരെ നല്ല ഒന്നാം തരം പണി കൊടുത്തിരിക്കുന്നത്. ഷൗക്കത്ത് അലി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ, ആ വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ പിണറായി വിജയന്റെ ആ 2 പൊന്നോമന ഗൺമാന്മാരുണ്ടല്ലോ, അവർ കോടതിയിലേക്ക് ഓടിയിരിക്കുകയാണ്, കയ്യിൽ വിലങ്ങ് വീഴാതിരിക്കാൻ. നവകേരള യാത്രയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാർക്ക് പണി വരുന്നുണ്ട്, പണി തരും എന്ന് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ പല ആവർത്തി പറഞ്ഞിരുന്നു. അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോഴും അവർ ആവർത്തിച്ചത് അത് തന്നെയായിരുന്നു. എന്തായാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഈ കാര്യത്തിൽ മുഖം നോക്കാതെ നടപടി എടുത്തിരിക്കുന്നു. ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച 5 പോലീസുകാരും കുറ്റക്കാരാണ് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ഇത് സംബന്ധിച്ച് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. അനിൽ, സന്ദീപ്, ഷൈജു, വിപിൻ, അരുൺ തുടങ്ങിയവർ പ്രതികളാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗൺമാന്മാർക്കെതിരെ വകുപ്പ് ചുമത്തിയിട്ടില്ല. ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ 5 പേർക്കുമെതിരെ വകുപ്പ് തല നടപടി ശുപാർശ ഉടൻ DGPക്ക് കൈമാറും. തീർന്നില്ല, ഇതിലെ ഈ മെയിൻ വില്ലനുണ്ട്. ഈ കളിയിൽ ഒരു മെയിൻ വില്ലൻ ഉണ്ടായിരുന്നു. ആ വില്ലനെ ഉൾപ്പെടെയാണ് ഷൗക്കത്ത് അലി തൂക്കിയിരിക്കുന്നത്. ലോക്കൽ പോലീസ് തടഞ്ഞു വെച്ചിട്ടും യൂത്ത് കോൺഗ്രസുകാരുടെ തലയ്ക്കടിച്ചുവെന്ന് റിപ്പോർട്ടിൽ പച്ചയ്ക്ക് പറയുന്നുണ്ട്. ഗുരുതര ചട്ടലംഘനം നടന്നുവെന്നാണ് കണ്ടെത്തൽ. അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെ ഉദ്യോഗസ്ഥർ SITക്ക് മുൻപിൽ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴിയിൽ ചില വെട്ടലും തിരുത്തലുമൊക്കെ പിന്നീട് സംഭവിച്ചു. അതായത് MR അജിത് കുമാർ ഒരു സംരക്ഷണ കവചമൊരുക്കി ഈ കേസ് ഡയറി ഒന്ന് തിരുത്തി എന്നാണ് വിവരങ്ങൾ. ഗൺമാന്മാരെ രക്ഷിക്കാൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP അജിത് കുമാർ നേരിട്ട് ഇടപെട്ടതായിട്ടാണ് ഉദ്യോഗസ്ഥരുടെ മൊഴികൾ. ഇതാണ് ഞാൻ പറഞ്ഞ കളിയിലെ ഒരു മെയിൻ വില്ലൻ കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വില്ലനെ ഉൾപ്പെടെ തൂക്കിയാണ് ഇപ്പോൾ വലിച്ചു പുറത്തേക്കിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി കേസ് ഡയറി തിരുത്തിച്ചു എന്നാണ് മൊഴിയിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷൗക്കത്ത് അലി റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കുറച്ചു കാലമായി MR അജിത് കുമാർ ഒരു നോട്ടപ്പുള്ളിയാണ്. പിണറായി വിജയന്റെ ശിങ്കിടിയായി നിന്നുകൊണ്ട് പലതും കാണിച്ചു കൂട്ടിയിട്ടുമുണ്ട്. പോലീസ് മേധാവി കസേരയിലേക്കൊക്കെ കയറാൻ ഒരു കളിയും നടത്തിയിരുന്നു. പിണറായി അതിന് ചില വഴികൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു, പക്ഷേ ഏറ്റില്ല. MR അജിത് കുമാറിന്റെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമാകും എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.
കേസ് അട്ടിമറിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് AD തോമസ് MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആ ആവശ്യത്തിൽ AD തോമസ് ഉറച്ചു നിൽക്കുകയാണ്. അന്ന് അടികൊണ്ടവരിൽ ഒരാൾ AD തോമസ് ആയിരുന്നല്ലോ. ആ ദൃശ്യങ്ങൾ കണ്ടവർക്കറിയാം. അല്ലെങ്കിൽ ഇപ്പോഴും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അതൊന്ന് എടുത്തു വെച്ച് നോക്കുക. അതായത് സാധാരണ പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന ഒരു ലാത്തിയുണ്ട്, അതിനേക്കാൾ നീളമുള്ള ഒരു ലാത്തി. ആ ലാത്തി ഉപയോഗിച്ച് ആഞ്ഞടിക്കുകയാണ്. സാധാരണ നമ്മൾ ഈ വിറകൊക്കെ വെട്ടാൻ നേരം കോടാലി ആഞ്ഞു മുകളിലേക്ക് എടുത്തിട്ടല്ലേ താഴേക്ക് വീശുന്നത്. അതുപോലെയായിരുന്നു ഈ കയ്യിലുണ്ടായിരുന്ന ഈ നീളത്തിലുള്ള ലാത്തി. അത് മുകളിലേക്ക് ആഞ്ഞെടുത്തിട്ട് ഈ രണ്ടു പേർക്ക് നേരെ വീശി അടിക്കുകയാണ് ചെയ്തത്. അടികൊണ്ട് പുളഞ്ഞ് ഈ രണ്ടുപേർ, AD തോമസ് കൂടെ ഉണ്ടായിരുന്ന ആളും പുളഞ്ഞിരിക്കുകയാണ്. അടികൊണ്ട് പുളഞ്ഞു പോകുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ചുരുണ്ടു കൂടുകയായിരുന്നു. എന്നിട്ടെങ്ങാണ്ട് നിർത്തിയോ? വളഞ്ഞിട്ട് ആക്രമിക്കുന്നു 5 ഉദ്യോഗസ്ഥർ ചേർന്ന്. എത്രത്തോളം ക്രൂരമായ കാഴ്ചയായിരുന്നു അതെന്നൊന്ന് ഓർത്തു നോക്കണം. പോലീസുകാരാണ്. എന്താണ് ചെയ്ത കുറ്റം? എന്താണ്? അവർ ആരെയെങ്കിലും പീഡിപ്പിച്ചോ? അതോ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തിയോ? പക്ഷേ ഈ പീഡിപ്പിക്കുന്നവരെയും തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരെയും ഒക്കെ ചില പോലീസ് ഏമാന്മാർ താലോലിച്ചെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവർ ചെയ്ത തെറ്റ്, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തി. അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു. ഒരു കരിങ്കൊടി കണ്ടപ്പോഴത്തേക്ക് ഇരട്ടച്ചങ്കൻ അങ്ങ് വിറച്ചു പോയോ? അതോ ഇരട്ടച്ചങ്കിന് പകരം കൊട്ടത്തേങ്ങയാണോ? അങ്ങ് വിറച്ചു പോകാൻ മാത്രം. ഈ സമരത്തീ ചാടി കയറിയവരാണ്, സമരപ്പുഴയിൽ ആറാടി വന്നവരാണ് എന്നൊക്കെയാണ് CPMകാർ വെച്ചലക്കുന്നത്. ഈ പറയുന്ന മൈക്കൊക്കെ കിട്ടുമ്പോൾ കവലപ്രസംഗത്തിൽ ഗീർവാണം അടിക്കുന്നവർ. അങ്ങനെ ഗീർവാണം അടിക്കുന്നവർ ഒരു കരിങ്കൊടി കാണുമ്പോൾ എന്തിനാണെന്ന് ഇങ്ങനെ ഹാലിളകുന്നത്? എന്തിനാണെന്ന് ഇങ്ങനെ ഭയക്കുന്നത്? ഈ നവകേരള യാത്ര നടന്ന സമയത്ത് എന്തെല്ലാം അതിക്രമങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കറുത്ത വസ്ത്രങ്ങളിട്ട് ആർക്കെങ്കിലും പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നോ? ഒരു കറുത്ത കുട പിടിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നവനെ വരെ പിടിച്ച് സ്റ്റേഷനിലിരുത്തിയവരാണ് ഈ പോലീസുകാർ. ഒന്ന് ഓർത്ത് നോക്കണം. ഒരു മുഖ്യമന്ത്രി കരിങ്കൊടി കാണുമ്പോൾ അങ്ങ് വിറയ്ക്കുകയാണ് ആലില പോലെ. കരിങ്കൊടി കാണിച്ചാൽ പോയി പണി നോക്കട എന്നുള്ള രീതിയിൽ മുൻപോട്ട് പോകണമായിരുന്നു. അതിന് പകരം എന്തെല്ലാം ഭ്രാന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് ഈ നവകേരള യാത്ര നടന്ന സമയത്ത്. ഇതെല്ലാം പിണറായി വിജയൻ ചോദിച്ചു മേടിച്ച അടികളാണ്. ഇന്നിപ്പോൾ തോറ്റമ്പി പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ പോയി നാണം കെട്ട്, അങ്ങനെ തന്നെ പറയും, നാണം കെട്ട് ഇരിക്കേണ്ടി വന്നതും ഈ കയ്യിലിരിപ്പൊക്കെ കൊണ്ടാണ്. KSUകാരെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുമ്പോൾ എവിടെയെങ്കിലും ഈ 10 വർഷക്കാലത്ത് ഒരു SFIക്കാരനെയോ DYFIക്കാരനെയോ ഇതുപോലെ പോലീസുകാർ വളഞ്ഞിട്ട് തല്ലുന്ന കാഴ്ച എപ്പോഴെങ്കിലും 10 വർഷത്തിനിടയിൽ കണ്ടിട്ടുണ്ടോ? എന്തിന് ആർഷോയൊക്കെ ഇല്ലേ എടുത്തുകൊണ്ട് താരാട്ട് പാടുന്നത് പോലെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയല്ലേ ഈ 10 വർഷം നമ്മൾ കണ്ടത്? പക്ഷേ KSU യൂത്ത് കോൺഗ്രസ്സുകാരെ കയ്യിൽ കിട്ടിയാൽ അടിച്ച് ഇഞ്ചപ്പരിവമാക്കുക, ചോര തുപ്പിക്കുക. അതായത് എന്നിട്ട് അത് രക്ഷാപ്രവർത്തനമാണ്, ഇത് തുടർന്നുകൊള്ളൂ എന്ന് പോലീസുകാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. പിണറായിക്ക് സംരക്ഷണവുമായി വരുന്ന SFI DYFIക്കാരോട് പറയുക. എന്നിട്ട് ഇവരെല്ലാവരും ചേർന്നാണ് ഈ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്നത്. അതിനെല്ലാത്തിനും കൂടി ഷൗക്കത്ത് അലി നല്ല 8ന്റെ പണിയാണ് കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്. മർദ്ദനത്തിൽ വീഴ്ച ചൂണ്ടിക്കാണിച്ച ആദ്യ കേസ് ഡയറി തിരുത്തിയ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ പിന്നിൽ കളിച്ചവർക്കെതിരെ എല്ലാം നടപടി വേണമെന്ന് AD തോമസ് MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ഉണ്ടാകും. ഇതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കരികിലേക്കൊക്കെ ഈ അന്വേഷണം എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ കേസിൽ വെള്ളം ചേർക്കാൻ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും കഴിയില്ല. ഇത് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ഒക്കെ പിണറായി വിജയനുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, ഒരു സൗഹൃദമുണ്ട്. അതെന്താണ് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്. കാരണം ഈ കേസിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല. ഈ കേസിൽ യൂത്ത് കോൺഗ്രസും KSUവും ഇളകി നിൽക്കുകയാണ്. തങ്ങളുടെ നേതാക്കന്മാരെ തല്ലിച്ചതച്ചവർക്കെതിരെ നടപടി ഉണ്ടാകണം. അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെങ്കിലും നടപടി ഉണ്ടായിരിക്കണമെന്ന് അവരാണ് കട്ടായം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നീതികേട് കാണിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല. കേസിൽ പ്രതികളായ ഗൺമാന്മാരെ രക്ഷിക്കാൻ അന്ന് ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന അജിത് കുമാർ ഇടപെട്ടു എന്ന് ഉദ്യോഗസ്ഥർ തന്നെ മൊഴി നൽകിയിരിക്കെ അജിത് കുമാറിനെയും സംരക്ഷിക്കാൻ ഇനി ആർക്കും കഴിയില്ല. നമുക്കറിയാം, അജിത് കുമാറൊക്കെ നല്ല ഉന്നത ഉദ്യോഗസ്ഥരാണ്, അങ്ങ് മുകളിലേക്ക് പിടിപാടുള്ള ആളാണ്. ആ പിടിപാട് വെച്ച് ഊരിപ്പോകാൻ നോക്കിയാലും പിള്ളേര് വെറുതെ വിടില്ല. KSU യൂത്ത് കോൺഗ്രസ് പിള്ളേര് വെറുതെ വിടുമെന്ന് കരുതണ്ട. ഈ കേസ് അട്ടിമറിക്കാൻ
കൃത്യമായ ഇടപെടൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ആ ഒരു ദൃശ്യം പോലും നമ്മൾ കണ്ടതാണ്. എന്നിട്ട് അങ്ങനെ ഒരു ദൃശ്യമേ ഇല്ല, അതിൻ്റെ ആധികാരികത പരിശോധിക്കണം, ഫോറൻസിക് ലാബിലേക്ക് അയക്കണം, ഇവിടുത്തെ പറ്റത്തില്ല, അങ്ങ് മുകളിലേക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞ ടീമാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ച പോലീസുകാർ. അവിടെ നിന്നാണ് ഷൗക്കത്ത് അലിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഒരു റിപ്പോർട്ട് കോടതിയിൽ എത്തിയിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടും തിരുത്താൻ നിർദ്ദേശം നൽകിയെന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയ യഥാർത്ഥ അന്വേഷണ റിപ്പോർട്ട് ADGPയുടെ ഓഫീസിൽ വെച്ച് വലിച്ചു കീറി നശിപ്പിച്ചതായിട്ടാണ് പുതിയ വിവരങ്ങൾ പോലും പുറത്തുവരുന്നത്. അതായത് അന്ന് ആ കേസെടുത്ത ആലപ്പുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥർ സത്യസന്ധമായിട്ടുള്ള അന്വേഷണമായിരുന്നു നടത്തിയത്. അതിൽ ഉൾപ്പെട്ട പോലീസുകാരുടെ പേരുകൾ ഉൾപ്പെടെ എഴുതി ചേർത്തുകൊണ്ട് റിപ്പോർട്ടും തയ്യാറാക്കിയതാണ്. ആ റിപ്പോർട്ടാണ് അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വലിച്ചു കീറി കളഞ്ഞത്. എന്നിട്ട് പുതിയൊരു റിപ്പോർട്ട് അങ്ങ് എഴുതി ചേർത്തു. പിണറായി വിജയന്റെ വിശ്വസ്തരാണല്ലോ ആ ഗൺമാന്മാർ, സുരക്ഷ ഒരുക്കുന്നവർ. അവരെ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ വകുപ്പും രണ്ടാമത് കെട്ടിച്ചമച്ച ആ കേസ് ഡയറിയിൽ എഴുതി ചേർത്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസുകാരിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഈ സാഹചര്യത്തിൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് വ്യാജരേഖ ചമച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും MR അജിത് കുമാറിനെതിരെ പുതിയ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തേക്കുമെന്നാണ് ഉന്നത പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചനകൾ. ഇക്കാര്യത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയതാണ്, ഉറപ്പുകൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഈ കേസ് മുൻപോട്ട് പോകുമെന്ന് നമുക്ക് 100% വിശ്വസിക്കാം. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്തമായി സംരക്ഷിക്കാൻ വേണ്ടി ക്രമസമാധാന പാലനത്തിന്റെ തലപ്പത്തിരുന്നവർ തന്നെ നിയമവിരുദ്ധമായി ഫയലുകൾ തിരുത്തുകയും യഥാർത്ഥ രേഖകൾ നശിപ്പിക്കുകയും ചെയ്തു എന്ന വിവരം പോലീസിന്റെ പ്രതിച്ഛായയ്ക്ക് കടുത്ത മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മുൻ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്ന അജിത് കുമാറിനെതിരെ കർശന നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പുതിയ സർക്കാരിന്റെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ പല മനക്കോട്ടകൾ കെട്ടിയായിരുന്നു പിണറായിക്കൊപ്പം എറാൻ മൂളിക്കൊണ്ട് ഈ പറയുന്ന MR അജിത് കുമാർ നിന്നത്. പുതിയ പദവികളൊക്കെ ഏറ്റെടുക്കാം, അങ്ങ് DGP കസേര വരെ സ്വപ്നം കണ്ടിരുന്ന ആളാണ്. അപ്പോൾ അജിത് കുമാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. ഇനി DGP കസേര പോയിട്ട് തലയിൽ തൊപ്പി ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം കോടതി ഈ വിഷയത്തിൽ കൃത്യമായ നടപടിയെടുക്കും. കാരണം അന്ന് ആ ദൃശ്യങ്ങൾ കണ്ട കോടതി പോലും ഞെട്ടിപ്പോയി. ഇങ്ങനെ മനുഷ്യന്മാരെ എടുത്തിട്ട് തല്ലാമോ എന്നാണ് പോലീസുകാർക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് കോടതി ചോദിച്ചത്. ഷൗക്കത്ത് അലിയുടെ റിപ്പോർട്ട് കൂടി കാണുമ്പോൾ കോടതിക്ക് കൃത്യമായി എല്ലാം ബോധ്യം. രക്ഷാപ്രവർത്തന കേസിലെ അന്നത്തെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആലപ്പുഴ DYSP സുനിൽ രാജിനെ തിരുവനന്തപുരത്ത് പേരൂർ കടയിലുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലേക്ക് 2 തവണ രഹസ്യമായി വിളിച്ചു വരുത്തിയിരുന്നു. ഒന്ന് ഓർത്തു നോക്കണം, ഒരു ഉദ്യോഗസ്ഥനെ ഒരു കേസ് ഡയറി എഴുതിയതിന്, സത്യസന്ധമായ ഒരു കേസ് ഡയറി എഴുതിയതിന് തിരുവനന്തപുരത്തേക്ക് 2 തവണ വിളിപ്പിക്കുന്നു. എന്നിട്ട് തിരുത്തി റിപ്പോർട്ട് എഴുതിപ്പിക്കുന്നു. ഇത്രത്തോളം ക്രിമിനൽ വൽക്കരണമാണ് പിണറായിയുടെ 10 വർഷക്കാലത്ത് ആഭ്യന്തര വകുപ്പിൽ പോലീസ് സേനയിൽ നടന്നിരുന്നത്. ഈ അസ്വാഭാവിക സന്ദർശന വേളയിലാണ് DYSP സമർപ്പിച്ച യഥാർത്ഥ റിപ്പോർട്ട് ADGP നേരിട്ട് വലിച്ചു കീറി എറിഞ്ഞത് എന്ന് താഴെ തട്ടിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. പിണറായി വിജയന്റെ ഭരണകാലമായിരുന്നു വീണ്ടുമെങ്കിൽ ഇങ്ങനെ ഒരു മൊഴി പോലീസുകാർ കൊടുക്കാൻ ധൈര്യപ്പെടില്ല. പക്ഷേ ഇപ്പോൾ UDF സർക്കാരിന്റെ കാലത്തായതുകൊണ്ട് ഇമാതിരി ക്രിമിനൽ പരിപാടികൾ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വരെ ശബ്ദമുയർത്താൻ പോലീസുകാർ തയ്യാറാകുകയാണ്. അങ്ങനെ MR അജിത് കുമാറിനെ ഒന്നും ഇനി ഞങ്ങൾ ഭയക്കേണ്ടതില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസവുമാണ് പോലീസുകാരിൽ ഉണ്ടായിരിക്കുന്നത്. മർദ്ദനത്തിന്റെ വ്യക്തമായ വീഡിയോ പോലീസ് കണ്ടിട്ടില്ലെന്ന കള്ളവാദം പുതിയ റിപ്പോർട്ടിൽ തിരികെ കയറ്റാൻ അജിത് കുമാർ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. കേസിൽ ഏറ്റവും നിർണായക തെളിവാകേണ്ടിയിരുന്ന മർദ്ദന ദൃശ്യങ്ങൾ പൂഴ്ത്താനും യഥാർത്ഥ റിപ്പോർട്ട് നശിപ്പിക്കാനും ADGPയുടെ ഓഫീസിൽ വെച്ച് നേരിട്ട് ഗൂഢാലോചന നടന്നുവെന്നാണ് SITയുടെ നിലവിലെ വിലയിരുത്തൽ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കേസ് അടപടലം അങ്ങ് പൂഴ്ത്താനും അട്ടിമറിക്കാനും അജിത് കുമാർ കൃത്യം പണിയെടുത്തിട്ടുണ്ട്. പിണറായിയുടെ ഗൺമാന്മാരെ രക്ഷിക്കാൻ വേണ്ടി നല്ല ഒന്നാന്തരം പണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യുപകാരമായിട്ട് MR അജിത് കുമാറിന് എന്തൊക്കെ കിട്ടി എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം. അത് പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനം അത് രക്ഷാപ്രവർത്തനമായിരുന്നു. ആ രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് പിണറായി വിജയനായിരുന്നു പറഞ്ഞത്. അതായത് ഒന്ന് ഓർത്തു നോക്കണം, 2 പേരെ തല്ലിച്ചതച്ചിട്ട് അത് രക്ഷാപ്രവർത്തനമാണ്, അത് തുടർന്നുകൊള്ളൂ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ തന്നെ അന്ന് പറയുകയായിരുന്നു. അപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിനുള്ള ഗപ്പ് ഉടൻ തന്നെ കിട്ടും. ഷൗക്കത്ത് അലിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം ഒരുത്തനെയും ഭയക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി എടുത്തത്. നമുക്കറിയാം, അദ്ദേഹം അങ്ങനെ ആരെയും ഭയക്കുന്ന ഒരാളല്ല. അങ്ങ് മുടക്കോഴി മലയിൽ കയറി കൊടിസുനി ഉൾപ്പെട്ട
കൊടും ക്രിമിനലുകളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അകത്തിട്ട ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ആരെയും ഭയമൊന്നുമില്ല. പിന്നെ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി കേരളത്തിൽ അദ്ദേഹത്തിന് പണിയെടുക്കാനുള്ള, അതായത് കൊടിസുനിയെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സമാധാനത്തോടെ പണിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ സർക്കാർ വേട്ടയാടുകയായിരുന്നു ഈ 10 വർഷക്കാലം ആ മനുഷ്യനെ. അതിനെല്ലാത്തിനും കൂടി ഉള്ളതാണ് ഇപ്പോൾ അടിച്ചു കിട്ടിയിരിക്കുന്നത്. ഇതാണ് കാലം കണക്ക് പറയും എന്ന് പറയുന്നത്. ആ കാലം കണക്ക് പറയുമ്പോൾ ആ വടി അതിൻ്റെ കൃത്യമായ ആളിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു മറുപടിക്ക് കുറച്ച് മധുരം കൂടുന്നത്. എന്തായാലും പിണറായിയെ സംബന്ധിച്ചിടത്തോളം പിണറായിക്ക് വല്ലാത്ത വേവലാതിയാണ്. കാരണം ഗൺമാന്മാരെ തൂക്കിക്കൊണ്ടു പോകുന്നത് പിണറായിക്ക് അങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് ഇരുന്നപ്പോഴും തൻ്റെ സുരക്ഷ നൽകുന്ന ഉദ്യോഗസ്ഥരിൽ ഗൺമാന്മാർ ഉണ്ടായിരിക്കണം, അതായത് സന്ദീപും അനിൽകുമാറും ഉണ്ടായിരിക്കണമെന്ന് വാശി പിടിച്ച ആളാണ് പിണറായി. അങ്ങനെ നോക്കുമ്പോൾ, അതായത് ഇടതും വലതും പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കുമ്പോഴും ഇടതും വലതും തൻ്റെ പഴയ ഗൺമാന്മാർ ഉണ്ടായിരിക്കണമെന്ന്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരുടെ കയ്യിൽ വിലങ്ങ് വീഴും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഉടൻ തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 കൊടും ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നേരെ വെച്ചു പിടിച്ചിരിക്കുകയാണ് കോടതിയിലേക്ക് ഒരു മുൻകൂർ ജാമ്യം ഒപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി. അതായത് വിലങ്ങ് വീഴുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.